നിങ്ങളുടെ ട്രസ്റ്റ് സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 2 വീക്സിനുള്ളിൽ നിങ്ങളുടെ ട്രസ്റ്റ് ഡീഡ് നിങ്ങൾക്ക് കൈവശം ലഭിക്കും. അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊന്നൊന്നായിട്ട് നോക്കാം. നിങ്ങളൊരു സീൽ 4 സീൽ ആൻഡ് റൗണ്ട് സീൽ ട്രസ്റ്റിൻ്റെ പേരിൽ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരാണോ ട്രസ്റ്റിന് വേണ്ടിയിട്ട് സൈൻ ചെയ്യണത് അദ്ദേഹം അതിൽ 4 സീൽ വെച്ച് സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ട്രസ്റ്റിൻ്റെ പാൻ കാർഡിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. പാൻ കാർഡ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ട്രസ്റ്റിൻ്റെ പേരിൽ ഉള്ളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിൽ ആരൊക്കെയാണ് സിഗ്നേച്ചറീസ് എന്ന് കൂടി നിങ്ങൾ ട്രസ്റ്റിൻ്റെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് മിനിറ്റ്സിൽ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ട്രസ്റ്റിൻ്റെ പേരിലുള്ള ലെറ്റർ ഹെഡ്, അതുപോലെ തന്നെ വൗച്ചേഴ്സ്, ബില്ലുകൾ, ഇതെല്ലാം നിങ്ങൾ സ്റ്റേഷനറീസ് പ്രിൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആക്ടിവിറ്റീസ് തുടങ്ങാം. അതായത് നിങ്ങൾക്ക് ഡൊണേഷൻസ് ആക്സെപ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു 12A അല്ലെങ്കിൽ 80G രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ എക്സംഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം.